الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുറാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടെ കൂടി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ബലിപെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീക്കിൻ്റെ ദിനങ്ങളിലാണ്, അതിൻ്റെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലുമാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമ്മൾ പലതവണ കേട്ടു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അള്ളാഹുവിന് ദിവസങ്ങളിൽ ഏറ്റവും അഅ്ലമായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസം യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിവസം നഹറിൻ്റെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം റസൂലുള്ളാഹി സൂചിപ്പിക്കുകയുണ്ടായി, സുമ്മ യൗമുൽ ഖർ, പിന്നെ യൗമുൽ ഖറിൻ്റെ ദിവസമാണ് അഥവാ ദുൽഹിജ്ജ 11 ദിവസമാണ്, അഥവാ ഇന്ന് ദുൽഹിജ്ജ 11 എന്ന് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം യൗമുൽ ഖറുമായി യോജിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് യൗമുൽ ഖർ എന്ന പേര് വരാനുള്ള കാരണം? നമുക്കറിയാം, ദുൽഹിജ്ജ 10 അന്ന് ഹാജിമാർക്ക് എമ്പാടും അമലുകൾ ചെയ്യാനുണ്ട്. അന്നാണ് അവർ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുന്നത്, ഹജ്ജിൻ്റെ സഅയ് നടത്തുന്നത്, അതേപോലെ തന്നെ അവർ ബലികർമ്മം നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, ഹജ്ജിൻ്റെ സമയത്ത് തവാഫ് ചെയ്യുക, അതേപോലെ തന്നെ സഅയ് നടത്തുക എന്നുള്ളത് ചില്ലറ പണിയല്ല എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ ആ വിളിയാളം കേട്ട് വന്ന ഹജ്ജാജിമാർ നടന്ന് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് അവർ മിനായിൽ ഒരുമിച്ച് കൂടുന്ന റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് ദുൽഹിജ്ജ 11. ഇന്ന് മിനായിൽ അവർ എത്തിയേ തീരൂ. അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായി അവരെ ഒന്ന് വിശ്രമിക്കുന്ന, അവിടെ പിടിച്ചുകെട്ടി നിൽക്കുന്ന ദിവസം എന്നുള്ള അർത്ഥത്തിലാണത്രേ യൗമുൽ ഖർ എന്ന പേര് വരാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കേണ്ട. ഈ ദിവസം ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറുകളും ദുആകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്.
ഇസ്തിഗ്ഫാറുകളും ദുആകളും വർദ്ധിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സ്വീകാര്യത നൽകുവാനും ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അയ്യാമു തശ്രീഖിൻ്റെ 1-ാമത്തെ ദിവസമാണ്, അഥവാ ദുൽഹിജ്ജ 11 പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ്. നോക്ക് നിങ്ങൾ, പണ്ഡിതന്മാർ പറയുകയാണ്, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായ സഹാബിയാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ബഅദ യൗമിൻ നഹരി സലാസതു അയ്യാം, യൗമുൻ നഹർ കഴിഞ്ഞതിന് ശേഷം, ബലിപെരുന്നാളിൻ്റെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം കഴിഞ്ഞതിന് ശേഷം 3 ദിവസങ്ങളുണ്ട്. അല്ലതി ദക്കറല്ലാഹു അൽ അയ്യാമൽ മഅദൂദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിർണിതമായ ദിവസങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ദിവസങ്ങളാണത്. ലാ യുറദ്ദു ഫീഹി ദുആ. പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ആ സഹാബി പറയുകയാണ്, ആ ദിവസം ഒരാൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു പ്രാർത്ഥന തട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന തട്ടാത്ത ദിവസമാണ് അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളും. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ഇന്ന്. ലാ യുറദ്ദു ഫീഹി ദുആ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. ഫർഫഉ റഗബതകും, അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ ഉയർത്തിക്കോളൂ. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. ഫർഫഉ റഗബതകും ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം ചോദിക്കേണ്ട പകലുകളാണ്, ചോദിക്കേണ്ട രാവുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി, അത്തക്ബീറുൽ മുത്ലഖ് വൽ മുഖയ്യദ്, ധാരാളമായി കൊണ്ട് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. നമ്മൾ പെരുന്നാളിൻ്റെ ഖുത്ബയിൽ കേട്ട പോലെ തന്നെ, വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയതിനാൽ നിങ്ങൾ ധാരാളമായി കൊണ്ട് തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. കേവലം പെരുന്നാളിൻ്റെ ദിവസത്തിൽ മാത്രമല്ല, ബലിപെരുന്നാളും അതേപോലെ തന്നെ ഫിത്തറിൻ്റെ പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം തന്നെ. ബലിപെരുന്നാളിന് നമുക്കറിയാം, ഒരാൾ പള്ളിയിലേക്ക്, മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് വരുന്ന സമയം, ഫിത്തറിൻ്റെ പെരുന്നാളാണെങ്കിൽ, ചെറിയ പെരുന്നാളാണെങ്കിൽ താൻ തൻ്റെ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ പെരുന്നാൾ പ്രഖ്യാപിച്ചത് മുതൽ, മാസം കണ്ടത് മുതൽ മുസല്ലയിലേക്ക് വരുന്നത് വരെയാണ് തക്ബീറിൻ്റെ സമയം. പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ തക്ബീറില്ല. അതാണ് ചെറിയ പെരുന്നാളിൻ്റെ പ്രത്യേകത. എന്നാൽ ബലിപെരുന്നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കൊണ്ട് തക്ബീറുകൾ വർദ്ധിപ്പിച്ചു. വലിയ പ്രതിഫലമാണ് സഹോദരന്മാരെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, ഏറെ ഇഷ്ടപ്പെട്ട പദങ്ങളാണ്, വാക്കുകളാണ്. അത് ഈ ദിവസങ്ങളിൽ ചെല്ലുന്നതിന് അതിന് വമ്പിച്ച പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് ഇന്ന്, നാളെയും മറ്റന്നാളെ ഞായറാഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ദിവസങ്ങൾ തക്ബീർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ ഓരോ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും പ്രത്യേകം പള്ളിയിൽ തക്ബീറുകൾ മുഴക്കും. അപ്പോൾ ഞായറാഴ്ച അസർ വരെ, ഞായറാഴ്ച അസർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്ബീർ മുഴക്കി, അതുവരെ തക്ബീറുകൾ നമ്മൾ നീട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ട്. എല്ലാ സമയത്തും അങ്ങാടികളിലും വീടുകളിലും പള്ളികളിലുമൊക്കെ കണക്കില്ലാതെ തക്ബീർ ചൊല്ലി പ്രതിഫലം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഇക്താർ മിൻ ഹാദ ദുആ, ഇനി പറയാൻ പോകുന്ന ദുആയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ നല്ലത്. ഏതാണ് ദുആ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ച റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ തരണമേ, ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും തരണമേ. ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ചെന്ന് ചേരാനുള്ള ആഖിറത്ത്, ഒരിക്കലും തീരാത്ത, അറ്റമില്ലാത്ത, അറ്റം കാണാത്ത പരലോകത്ത് സ്വർഗം തരണമേ എന്നുള്ള പ്രാർത്ഥന. അതാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ ഞങ്ങളെ നരകത്ത് നിന്ന് കാത്ത് രക്ഷിക്കണേ. അതാണ് ഏറ്റവും വലിയ ദുആ. ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജാജിമാർ ഏറ്റവും കൂടുതൽ ഉരുവിടുന്ന ദുആ. ഹജ്ജ് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ജനങ്ങളുടെ ഹജ്ജ് ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കണമെന്ന. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, എന്താ അവരുടെ പ്രത്യേകത? അവർ ചോദിക്കുന്നു, റബ്ബന ആതിന ഫിദ്ദുനിയ, പടച്ചോനെ ദുനിയാവിൽ ഞങ്ങൾക്ക് കൊണ്ടാ. അക്കൂട്ടത്തിൽ പല ആളുകളും അങ്ങനെ പറയുന്ന ധാരാളക്കണക്കിന് ആളുകളുടെ. പടച്ചോനെ അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ രോഗത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ മക്കളുടെ കാര്യങ്ങൾ പറയുന്നു, ദുനിയാവിൻ്റെ എല്ലാ കാര്യവും പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി പറയുന്നു. ഒക്കെ അല്ലാഹ് കൊടുക്കും, അല്ലാഹ് ഉദ്ദേശിച്ചതൊക്കെ കൊടുക്കും. പരലോകം അവർക്ക് പ്രശ്നമില്ല. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്തിൽ നിന്നും ഒരു വാഹനയുമില്ല. വിശുദ്ധ ഖുർആന്റെ വർത്തമാനമാണ്. അവർക്ക് പരലോകത്ത് ഒന്നും കിട്ടാനില്ല. കാരണം അവർക്ക് ദുനിയാവ് മാത്രം മതി. അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ്റെ കൽബും അവൻ്റെ കരങ്ങളും അവൻ്റെ കൈയും ഉയരുന്ന സമയത്തെല്ലാം ദുനിയാവ് മാത്രമേ അവന് പറയാനുള്ളൂ. അവൻ്റെ രോഗം, അവൻ്റെ ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ അവർക്ക് ദുനിയാവ് കിട്ടാനുള്ളത്, അവൻ്റെ ബിസിനസ്, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, ഇത് മാത്രമേ അവന് പറയാനുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയുമില്ല. ഒമിൻഹും, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, യഖൂലു, അവർ പറയുന്നു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിറത്തിന് മുന്തിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ദുനിയാവിലും ആഖിറത്തിലും നന്മ കൊണ്ട റബ്ബേ, ഞങ്ങളെ പരലോകത്ത് കത്തിയാളുന്ന പടച്ചറപ്പിൻ്റെ കോപാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അവർക്ക് പരലോകത്തും ദുനിയാവിനും ഓഹരിയുണ്ട്. അത് ചോദിക്കാൻ വേണ്ടി, ഈ ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് യൗമുൽ ഖർർ. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഹോദരന്മാരെ, ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വകാന യുസ്തഹബ്ബു അൻ യുഖാല ഫീ അയ്യാമിത് തശ്രീഖ്, ഈ അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല സുന്നത്താക്കപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വഹാദ ദുആ മിൻ അജ്മഇ അദ്ഇയതി ലിഖൈരി ദുനിയ വൽ ആഖിറ. ദുനിയാവും ആഖിറവും നേടാൻ പറ്റിയ ഇതിനേക്കാൾ നല്ലൊരു ദുആ വേറെയില്ല. ആരാ പറയുന്നത്? ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി. ദുനിയാവും ആഖിറവും നേടാൻ പറ്റിയ ഇതിനേക്കാൾ നല്ല ദുആയില്ല. വലിഹാദാ കാന അക്സറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ചത്, പ്രിയമുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, റസൂലുള്ളാഹി ധാരാളമായി പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ ഇനി പറഞ്ഞിട്ടൊന്നും ഈ ഒരു അർത്ഥം കിട്ടൂല, ഈ ആശയം കിട്ടൂല. ഇത് ഈ അറബിയിൽ, നല്ല അറബിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പഠിച്ചാൽ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് കൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം കിട്ടൂല. കാരണം പരിഭാഷ ഒന്നിനും പര്യാപ്തമല്ല. പ്രത്യേകിച്ച് അറബി എന്ന മഹോന്നതമായ മഹത്തരമായ ഭാഷയ്ക്ക് ഒരു പരിഭാഷയും അതിൻ്റെ അർത്ഥതലത്തിലേക്ക് എത്തൂല. എന്താണ് ആ ഹസനത്ത്, എന്താണ് ആ നന്മ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളമായി ഇത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, എന്താണ് അൽ ഹസനതു ഫി ദുനിയ, ദുനിയാവിലുള്ള നന്മ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ ഇബാദ, അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് കൃത്യമായി അറിയാനുള്ള തൗഫീഖാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇബാദത്താക്കാനുള്ള തൗഫീഖാണ്. ഇൽമും ഇബാദത്തും ഇതിലൂടെ കിട്ടും. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ കുറേ സമ്പത്ത് ഉണ്ടാകലല്ല, ഇൽമും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിൻ്റെ പരലോകത്ത് വിജയിക്കാനുള്ള ഇൽമുകൾ അറിയുക, അത് ഇബാദത്താക്കുക. പിന്നെ മറ്റുള്ള പ്രധാനപ്പെട്ടതാണെന്ന്, പിന്നെ മറ്റുള്ള എല്ലാ ദുനിയാവിൻ്റെ നന്മകളും ഇതിൽപ്പെട്ടു. വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറഞ്ഞാൽ ആരായി പറയുന്നത്? ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ൽ താഴെ വരുന്ന സഹാബികളെ കണ്ട താബീ വര്യനാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ നിന്ന് ഇൽമ പഠിച്ച ആളാണ്. അദ്ദേഹം പറയണം, വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറഞ്ഞാൽ, ആഖിറത്തിലെ നന്മ എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. അപ്പൊ ദുനിയാവിൽ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖും മറ്റുള്ള എല്ലാ നന്മകളും, അതേപോലെ തന്നെ പരലോകത്ത് സ്വർഗവുമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതേപോലെ തന്നെ സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇൽമു വർ റിസ്ഖു തയ്യിബ്. ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹലാലായ ഭക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, പടച്ചോനെ ഹലാലായ അന്നം കൊണ്ട റബ്ബേ, ഹറാമ് കലരാത്ത ഭക്ഷണം, ഹറാമ് കലരാത്ത പാർപ്പിടം, ഹറാമ് കലരാത്ത വാഹനം,
ഹറാമ് തൊട്ട് തീണ്ടാത്ത ജീവിതം, അതേപോലെ തന്നെ അള്ളാനെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീക്ക്. അതാണ് ദുനിയാവിലെ ഹസനത്ത്. പരലോകത്തിലെ ഹസനത്തോ അൽ ജന്നത്തു, അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗമാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു ദിക്റാണ് സഹോദരന്മാരെ. ഈ ദിക്റും ഈ ദുആയും ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കഴിച്ചു വിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെരുന്നാളല്ലേ, എങ്ങനെയുമാകും ടൂറ് പോകുന്ന സമയം, അതേപോലെ തന്നെ എല്ലാവിധ രസങ്ങളും എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്കുള്ളിലുള്ള എല്ലാ ഹലാലായിട്ടുള്ള രസങ്ങളും ഹരങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷേ ദിക്റുകൾക്കും ദുആകൾക്കും മുന്തിയ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. നാലാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുകയുണ്ടായി അൽ അക്ലു വശുർബു, നന്നായി ഭക്ഷണം കഴിക്കേണ്ട, നന്നായി വെള്ളം കുടിക്കേണ്ട, പാനീയങ്ങൾ കഴിക്കേണ്ട, ഭക്ഷണം തീറ്റിപ്പിക്കേണ്ട, വെള്ളം കുടിപ്പിക്കേണ്ട സമയമാണത്. ഈ 3 ദിവസം നോമ്പ് വിൽക്കാൻ പറ്റൂല. നോമ്പ് വീട്ടാനുണ്ട്, നോമ്പ് വിൽക്കാൻ പറ്റുമോ? പറ്റൂല. നോമ്പ് വീട്ടാനുള്ളവരും പറ്റൂല. ഈ 3 ദിവസങ്ങൾ നോമ്പെടുക്കൽ ഹറാമാണ്. അയ്യാമു അക്ലിൻ വശുർബിൻ, തീറ്റിയുടെയും കുടിയുടെയും ദിവസമാണ്, തീറ്റിപ്പിക്കലിൻ്റെയും കുടിപ്പിക്കലിൻ്റെയും ദിവസമാണ്. നമ്മൾ എത്ര ഇസ്ലാമിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ, അത് ജനങ്ങളെ തീറ്റിപ്പിക്കലാണ്. ചെറിയ പെരുന്നാൾക്ക് നമ്മൾ എന്താണ്, ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങൾ കോടാനുകോടി മുസ്ലിമീങ്ങളെ ഭക്ഷിപ്പിക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ പെരുന്നാൾ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഓരോ ആഘോഷങ്ങളും കഴിയുമ്പോൾ കുടിച്ച കള്ളിൻ്റെ എത്ര ലിറ്റർ കള്ള് കുടിച്ചു, എത്ര കോടി സമ്പാദിച്ചു എന്നുള്ള കണക്ക് വരാറുണ്ട്. ഓണത്തിനും വിഷുവിനും ക്രിസ്തുമസിനൊക്കെ. പക്ഷെ പെരുന്നാളിന് കണക്ക് വരാറില്ല. എന്താ, ഇനി വരാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകട്ടെ. നമുക്കെന്ത് കണക്കാ പറയാനുള്ളത്? എത്ര പാവങ്ങളെ തീറ്റിപ്പിച്ചു എന്നുള്ള കണക്കാണ് ചെറിയ പെരുന്നാൾക്ക് നമുക്ക് പറയാനുള്ളത്. ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് ആളുകളെ ലോക മുസ്ലിമീങ്ങൾ തീറ്റിപ്പിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, അശരണരായ ആളുകൾക്ക് അവരുടെ പശി അടക്കാൻ. അതാണ് ഇസ്ലാമിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു റൂഹ് നമ്മൾ ഉൾക്കൊള്ളണം പ്രിയമുള്ളവരെ. ബലിപെരുന്നാളോ, ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മിണ്ടാപ്രാണികളെ, കാലികളെ നമുക്ക് ഭക്ഷണമായി ഒരുക്കിയതാണ്. അവരെ ഏറ്റവും മാന്യമായ രീതിയിൽ പരിപാലിച്ച് എന്നിട്ട് അവയെ അറുത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അതിൽ നിന്നും അല്പം തിന്നാനും, ഫാത്തിമുൽ ബാഇസ വൽ ഫഖീർ, അശരണരായ ആളുകൾക്കും ഫക്കീർമാർക്കും നിങ്ങൾ തിന്നാൻ കൊടുക്കി. കോടിക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് കൊക്കോടി ആളുകളെ തീറ്റിപ്പിക്കുന്ന പ്രവർത്തനമാണ് ബലിപെരുന്നാളിന് പറയാനുള്ളത്. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. സഹോദരന്മാരെ, ഈ റൂഹ് നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ തീറ്റിയുടെയും കുടിയുടെയും ദിവസമാണ്. നോമ്പൊൽക്കാൻ പാടില്ല. കുറേ ബലിയർക്കുന്നു. ആ ബലി കർമ്മത്തിൻ്റെ അത് ദുൽഹിജ്ജ 11 ഏറ്റവും ബലിയർക്കാൻ പറ്റിയ ദിവസം ഇന്നലെയാണ്. യൗമുൻ നഹർ എന്ന അതിൻ്റെ പേരൻ. വലിയ അത്യാവശ്യങ്ങളോ അല്ലെങ്കിൽ അറക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടെങ്കിൽ ബലി നീട്ടിവെക്കാൻ പാടുള്ളൂ. വലിയ 3 ദിവസം നോമ്പ് ബലിപെരുന്നാളിൻ്റെ ദിവസവും ദുൽഹിജ്ജ 11, 12, 13 നമുക്ക് ബലി അറക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ലത് ദുൽഹിജ്ജ 10 അറക്കുകയാണ്. ഇനി ചിലപ്പോൾ അറവുകാരെ കിട്ടില്ല, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, മാറ്റിവെക്കാം. അപ്പോൾ നല്ലത് അന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം ഏതാ? അറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ന് തന്നെ അറക്കാൻ ശ്രമിക്കുക. അന്ന് തന്നെ അറവുകാരെ കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുക്കുക. കുറച്ച് മുമ്പ് തന്നെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇന്ന് നടക്കാം, നാളെ നടക്കാം, മറ്റന്നാളൊക്കെ അറക്കാം. എന്നിട്ട് ഈ അറുത്ത് പാവങ്ങളെ തീറ്റിപ്പിക്കുകയാണ്, നമ്മൾ തിന്നുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നോമ്പ് നേർച്ചയാക്കിക്കണ്, നോക്കാൻ പാടില്ല. ഒരാൾക്ക് നോമ്പ് വീട്ടാനുണ്ട്, നോക്കാൻ പാടില്ല. സുന്നത്ത് നോമ്പാണെന്ന് വിചാരിച്ച് നല്ല ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റൂല, ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. കാരണം തശ്രീക്കിൻ്റെ എന്താ, തശ്രീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇപ്പം കറ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. തശ്രീക്ക് എന്ന അയ്യാമു തശ്രീക്ക് എന്ന വാക്ക് സ്ഥിരമായി നമ്മൾ കേൾക്കാറുണ്ട്. എന്താ ഈ അയ്യാമു തശ്രീക്ക് എന്ന് പറഞ്ഞാൽ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലികളായ ആളുകൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഉളുഹിയത്തിൻ്റെ ഇറച്ചി നമുക്കിന്ന് ഫ്രീസ് ചെയ്യാനും അതേപോലെ തന്നെ തണുത്തുറപ്പിച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ സൗകര്യമുണ്ട്. അന്ന് സൗകര്യമില്ല. അവരതൊക്കെ കഷ്ണിച്ച് തശ്രീക്കിന് വേണ്ടി വെക്കും. തശ്രീക്ക് എന്ന് പറഞ്ഞാൽ ഇറച്ചി സൂര്യൻ്റെ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെക്കുന്നത് കൊണ്ടാണ് അത്ര അയ്യാമു തശ്രീക്ക് എന്ന പേര് വന്നത്. തശ്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി കഷ്ണിച്ചിട്ട് അത് ഉപ്പക്കെട്ട് വെയിലത്ത് വെക്കുക. എന്നാൽ കുറച്ച് കാലം അത് ഉപയോഗിക്കാൻ പറ്റും.
ഉണക്കി എടുത്തു വെക്കാനും വേണ്ടി അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ആ പേര് അത്തശ്രീക്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിനുവേണ്ടി അത് ഭക്ഷണം സംരക്ഷിച്ചു വെക്കാനും കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും അത് തിന്നാനും അത് തീറ്റിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങുവാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ധാരാളം തക്ബീറുകൾ വർദ്ധിപ്പിക്കുവാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാനും ദാനധർമ്മങ്ങൾ നടത്തുവാനും തിന്നുവാനും തീറ്റിപ്പിക്കുവാനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാനും അതെല്ലാമാണ് ഈ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇബ്രാഹിം മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നതും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നിലക്ക് വഴിപ്പെട്ട ജീവിതമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ ശരിയാവണ്ണം നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഈ തിരുവചനങ്ങൾക്ക് കോട്ടം തട്ടുന്ന ഒരു ജീവിതവും നമ്മൾ എടുത്തുണ്ടാകാൻ പാടില്ല. ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല സഹോദരന്മാരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലാ എന്നാണ് പറയേണ്ടത്. അത് ജാരങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ പോകാൻ പാടില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന പോലെ കേൾക്കാനുള്ള കഴിവുണ്ട്, കാണാനുള്ള കഴിവുണ്ട്, അറിയാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത ഇസ്ലാമിനെതിരായിട്ടുള്ള ആദർശം ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ലോകം മുഴുവൻ കാക്കുന്നത് ഇന്ന ആളാണ്, ഇന്ന ഷെയ്ഖാണ്. ആര് പറഞ്ഞ സഹോദരന്മാര് ലോകം മുഴുവൻ കാക്കാൻ? ഇവിടെ കുറെ ലോകം കാക്കുന്ന ഷെയ്ഖുമാരും അതുപോലെ തന്നെ തങ്ങന്മാരുടെയും ബീവിമാരുടെയും പേരുകൾ നമ്മൾ കേൾക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാണോ ഏറ്റവും വലിയ മഹാനാരാ? അഷറഫുൽ ഖൽക്കാര് റസൂലുള്ള പറഞ്ഞു ഞാൻ ലോകം മുഴുവൻ കാക്കുമെന്ന് പറഞ്ഞോ? ഇല്ല, റസൂലുള്ളാഹിക്കില്ലാത്ത കഴിവ്, അബൂബക്കർ തങ്ങൾക്കില്ലാത്ത കഴിവ്. ഈ ലോകത്തിന്റെ 2ാം നമ്പർ, ഈ ലോകത്തിലെ ഈ ഉമ്മത്തിലെ 2ാം നമ്പറുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിനും ഇല്ലാത്ത കഴിവ്. ഇവിടെ കിടക്കുന്ന കോഴിക്കോട്ടുള്ള ആൾക്കും അതേപോലെ തന്നെ മമ്പുറത്തുള്ള ആൾക്കും ഇന്ന സ്ഥലത്തുള്ള ആൾക്കും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഓല് ലോകമൊക്കെ നിയന്ത്രിക്കും, നമ്മളെ എല്ലാ പ്രയാസങ്ങളും നീക്കും, അവരുടെ ജാരങ്ങളിലേക്ക് മക്കബറകളിലേക്ക് പോകും. പടച്ചോനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ എനിക്കൊരു കുഞ്ഞിനെ തരണേ, എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ, എനിക്ക് ബറക്കത്ത് തരണേ, ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, ആ വീട്ടിൽ ഹൈറും ബർക്കത്തും തരണേ, ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്, ആ വണ്ടി അപകടം പറ്റാതിരിക്കാൻ, ആ വാഹനം അപകടം പറ്റാതിരിക്കാൻ അവിടെ കൊണ്ടുപോയിട്ട് ജാരം മൂടിയ തുണി കെട്ടുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട, അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് വരമേൽപ്പിക്കൽ, ആപത്ത് മുസീബത്തുകൾ കാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് പോകുന്നത് അള്ളാഹു പൊറുക്കാതെ തെറ്റാണ്. അതിനാണ് ശിർക്ക് എന്ന് പറയാം. ഷെയറിങ്, ഇബാദത്ത് ഷെയർ ചെയ്യാണ്. ഇത് ഇബാദത്താണ്, ദുആ ഇബാദത്താണ്, തവക്കുൽ വരമേൽപ്പിക്കൽ ഇബാദത്താണ്, അവരിൽ നിന്നും ഖൈർ പ്രതീക്ഷിക്കൽ ഇബാദത്താണ്. അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് അള്ളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊന്നും ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ വിശ്വസിച്ച ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഒരു മക്കയിലെ മുശ്രിക്കുകളും അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ അള്ളാഹു ആണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹ് കൊടുത്ത കൈകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന വിശ്വസിച്ചത്. എന്നിട്ടും അള്ളാഹു അവരെ പരിചയപ്പെടുത്തി കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇബ്രാഹിം മില്ലത്ത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മില്ലത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത്. ഇത് പഠിപ്പിക്കാനാണ് ഈ ഹജ്ജ് പെരുന്നാളും അതേപോലെ തന്നെ നോമ്പിൻ്റെ പെരുന്നാളും ഒക്കെ. അതുകൊണ്ട് ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ നിന്ന് വരൂല. ഇപ്പോൾ വലിയ വിവാദം നടക്കുകയാണ്. ഒരു മുസ്ലിം സഹോദരി, MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരി നിലവിളക്ക് കൊളുത്തി. ഷിർക്കിന്റെ പ്രവർത്തനമാണത്. ആര് കൊളുത്തിയാലും നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് ഷിർക്കിന്റെ പ്രവർത്തനമാണ്. അത് തട്ടമിട്ടവർ ചെയ്താലും തട്ടമിടാത്തവർ ചെയ്താലും ആര് ചെയ്താലും മുസ്ലിം നാമധാരി ചെയ്താലും ആര് ചെയ്താലും സഹോദരന്മാരെ, അത് ഷിർക്കിന്റെ പ്രവർത്തനമാണ്. അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്, അഗ്നിദേവനുമായി ബന്ധപ്പെട്ടതാണ്. അത് പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്. അഖീദ എന്നുള്ളതും ദീനി എന്നുള്ളതും ആദർശം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. പേര് കൊണ്ട് മാത്രം എന്താവുന്നില്ല സഹോദരന്മാരെ. ഈ ദീനെ കൊണ്ടു നടക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്താകണം, നമ്മൾ എന്താണ് ദീനിൻ്റെ ആദർശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ തക്ബീർ ചൊല്ലുന്നതും അതേപോലെ തന്നെ ഈ ഇബ്രാഹിം മില്ലത്ത് പറയുന്നതൊക്കെ ഈ ദീനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ദീനിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന, അടിത്തറയെ തകർക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
وعلى آله وصحبه وسلم تسليما كثيرا. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു അധ്യയന വർഷത്തേക്ക് നമ്മുടെ മക്കൾ കാലെടുത്ത് വെക്കാനിരിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നു, മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് വരികയാണ്. ഇവിടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ, കൊടുക്കേണ്ടതുമുണ്ട്. അങ്ങനെ കൊടുക്കുന്ന നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ തിരക്കിനിടയിൽ കുട്ടികൾക്ക് മദ്രസാ പഠനം കിട്ടുന്നുണ്ടോ, മദ്രസാ പഠനത്തിന് പരിക്ക് വരുന്ന ഭൗതിക പഠനമാണോ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ടെങ്കിൽ പറക്കാൻ പറ്റൂ, ഒരു ചിറകുകൊണ്ട് പക്ഷി പറക്കൂല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ശക്തമായ മതപഠനവും അവൻ്റെ റബ്ബിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും ദീനിയായ കർമ്മങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ഉള്ളതുകൂടെ തന്നെ ഭൗതികമായി അവൻ പഠിച്ചു വരണം. അപ്പോഴാണ് ഒരു യഥാർത്ഥമായ മുസ്ലിം പെൺകുട്ടി ആൺകുട്ടി എത്തേണ്ടിടത്ത് എത്തുകയുള്ളൂ, 2 ലോകത്തും വിജയിക്കുകയുള്ളൂ. ഇതാണ് 2 ചിറകം. മതപഠനത്തിൻ്റെ പോലെ തന്നെ, ഭൗതിക പഠനത്തിൻ്റെ പോലെ തന്നെ മതപഠനവും ഉണ്ടായിരിക്കണം. അവന് എവിടെ ചെന്നാലും, ഏത് മുക്കുമൂലയിൽ ചെന്നാലും ആരും ഇല്ല, തൻ്റെ നാട്ടിലല്ല, തൻ്റെ ജില്ലയിലല്ല, തന്നെ അറിയുന്നവരില്ല, മാതാപിതാക്കളുടെ കൺവെട്ടത്തല്ല, എങ്കിലും എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടാകണമെങ്കിൽ ഞാൻ അവിടെ നമസ്കരിക്കണം. അന്യ പെണ്ണുമായി നടക്കാൻ പാടില്ല. അന്യ പുരുഷന്മാർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് എൻ്റേതായ, ഞാൻ മുസ്ലിമാണ്, മുഅ്മിനത്താണ്, മുസ്ലിമത്താണ്. എൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കേണ്ടവനാണ്, കാത്തു സൂക്ഷിക്കേണ്ടവളാണ്. എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുക സഹോദരന്മാരെ? ഇത് ഉണ്ടാകുന്നത് മക്കൾക്ക് മതം കൊടുക്കുന്നതിലൂടെ, പടച്ചോനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ എന്തേ നിങ്ങളെ കുട്ടി മദ്രസ പോകാത്തത്? സ്കൂളിൻ്റെ തിരക്കിലാണ്. നേരത്തെ സ്കൂൾ ബസ് വരും. അപ്പോൾ സ്കൂൾ പഠിച്ചാൽ മതി, മദ്രസ പോകണ്ടേ? മദ്രസയിൽ കുട്ടി പോകേണ്ടതില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ശാഖയിൽ മദ്രസക്ക് 6:45 40 തുടങ്ങുന്നുണ്ട്. ആർക്കും ഒരു ഇളവുമില്ല സഹോദരന്മാരെ, ഒരു ഇളവുമില്ല. നമ്മളങ്ങോട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു വആഫി വഅഫു അൻഹു വഅക്രിം നുസുലഹു വസി മുദ്ഖലഹു, പടച്ചോൻ എൻ്റെ ഉപ്പച്ചിക്ക് പുറത്തു കൊടുക്കുക റബ്ബേ, എൻ്റെ ഉമ്മച്ചിക്ക് പുറത്തു കൊടുക്കുക റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ 10, 20, 30 വയസ്സ് വരെ പഠിപ്പിച്ചിട്ട് ആ നിലക്ക് പടച്ച റബ്ബിനോട് കണ്ണീരൊലിക്കൊണ്ട് നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ആ കുട്ടിക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടീനെ മദ്രസക്ക് വിടണം. നമ്മളെ കുട്ടിക്ക് മതബോധം ഉണ്ടാക്കി കൊടുക്കണം. ഖബറിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ കുട്ടിൻ്റെ ഒരു നിസ്കാരം കൊണ്ട് പ്രാർത്ഥന മാത്രമാണോ? നമ്മൾ ദീനിയായി വളർത്തിയ കുട്ടി ചെയ്യുന്ന ഏത് പ്രവർത്തനവും, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളും നിങ്ങളുടെ തിരുശേഷിപ്പുകളും നിങ്ങളുടെ അക്കൗണ്ടിലാണെന്നാണ് ആ ആയത്തിൻ്റെ വിശദീകരണം. എന്താ തിരുശേഷിപ്പുകൾ? നമ്മുടെ മക്കളാണ്. ഞാൻ നിസ്കാരം പഠിപ്പിച്ച, ഞാൻ ഖുർആൻ പഠിപ്പിച്ച എൻ്റെ കുട്ടി ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, നോമ്പനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുറയാതെ എൻ്റെ ഖബറിലേക്ക് അത് എത്തുമെന്ന് പഠിപ്പിക്കണമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ? അതിന് നമ്മളെ കുട്ടി നിസ്കരിക്കണ്ടേ? അതിന് നമ്മളെ കുട്ടി അള്ളാനെ പേടിയോടുകൂടി നടക്കണ്ടേ? എന്നിട്ട് സ്കൂളിൻ്റെ പേര് 6:45 നമ്മളെ ശാഖയിൽ മദ്രസ തുടങ്ങുന്നുണ്ട്. ഇനി 8 മണിക്ക് സ്കൂളിൽ പോകണം തന്നെ, 8 മണിക്ക് പോയിക്കോട്ടെ, 1 മണിക്കൂറെങ്കിലും മദ്രസ കിട്ടട്ടെ നമ്മളെ കുട്ടിക്ക്. അപ്പോൾ കുറച്ച് നമ്മളെ ഉമ്മമാർ റിസ്ക് എടുക്കേണ്ടി വരും. ഉമ്മമാരെ, ആ റിസ്കിന് നിങ്ങൾക്ക് കൂലി കിട്ടും. 6:45 വീട്ടിൽ നിന്നും കുട്ടികളെ ഇറക്കി അവർക്ക് പല്ല് തേൽപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് യൂണിഫോം ഇട്ട് 6:45 മദ്രസയിൽ എത്തി. റിസ്ക്കാണ്. ആ റിസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മീസാൻ ഹസനാത്തിൽ ഉണ്ടാകും. ഉണ്ടാവൂലേ? നമ്മുടെ മക്കളെ മതപഠനത്തിന് വേണ്ടി നമ്മുടെ പിഞ്ചോമന മക്കളെ മദ്രസയിലേക്ക് ഇവിടുന്ന് റിസ്ക് എടുക്കണേന് കൂലിട്ടൂലേ? കിട്ടുന്ന വിശ്വസിക്കണോലല്ലേ നമ്മള്? പിന്നെന്താ അറിയോ, നമുക്കതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല പലർക്കും.
ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ശാഖയിൽ സഹോദരന്മാരെ, നമ്മുടെ മദ്രസ പോകാത്ത ഒരു കുട്ടി, മദ്രസ പീരീഡിലുള്ള ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല. മദ്രസ കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികൾക്ക് കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ CR ഇവിടെ നടക്കുന്നുണ്ട്, നമ്മളെ മണ്ഡലത്തിലോ ശാഖയിലോ നടക്കുന്നുണ്ട്. നമ്മളെ കുട്ടി പോകാതിരിക്കാൻ പാടില്ല. ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പോകാത്തത്. കുട്ടികൾക്കല്ല, രക്ഷിതാക്കൾക്ക്, എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര നഷ്ടമാണ്. നമ്മളെ ഏറ്റവും വലിയ അസറ്റ് എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന നാണയത്തുട്ടുകളോ ഗാന്ധിത്തലയാണോ? നമ്മളെ ഏറ്റവും വലിയ അസറ്റ്, തീരാത്തറ്റമില്ലാത്ത അസറ്റാണ് നമ്മുടെ മക്കൾ. 1, 2, 3, 4 മക്കളുണ്ട്. ആ മക്കളെല്ലാവരും ദീനിയായി വളർന്നു, ദുനിയവിയായിട്ടും വളർന്നു, ദീനിയായും വളർന്നു. അവർ ചെയ്യുന്ന ഏത് അമലും നമ്മുടെ ഖബറിലേക്കല്ലേ പ്രിയമുള്ളവരെ. എന്നിട്ട് എന്തേ മദ്രസക്ക് വിടാൻ നമുക്ക് പറ്റാത്തത്? എന്നിട്ട് നമ്മൾ ഓരോ ന്യായീകരണം പറയണം. മദ്രസൻ്റെ സമയം, മദ്രസൻ്റെ ലീവാണ് സമയം, സ്കൂൾ ലീവാണ് സമയം, പിന്നെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടൊന്നും പരി പോകാൻ പറ്റൂല. ഉമ്മാരെ പരാതി, ഒന്നും പരി പോകാൻ പറ്റില്ല, കുടി പോകാൻ പറ്റൂല. സ്വന്തം പരീക്ക് വെക്കുമ്പോൾ ഇതിനോട് മദ്രസ പ്രശ്നമാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മദ്രസക്ക് വിട്ട് അങ്ങനെ നിങ്ങൾ മദ്രസക്ക് വിടണ്ട. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയണം, മൊത്തത്തിലുള്ള കാര്യമാണ് പറയണത്. നമ്മളൊക്കെ മദ്രസ നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് പറയണം. എന്നിട്ട് നമ്മൾ പറയും ഓൺലൈൻ മദ്രസ ഉണ്ടല്ലോ, എന്താ പിന്നെ ഓൺലൈൻ സ്കൂൾ പറ്റൂലേ? ഓൺലൈനിൽ മദ്രസ, അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ, സ്കൂളൊക്കെ ഓഫ്ലൈന്. നമ്മളാരും ഭൗതിക വിദ്യാഭ്യാസം നേടിയല്ലേ, നമ്മളൊക്കെ നല്ല ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണല്ലോ. പക്ഷെ എന്താ പറയുക സഹോദരന്മാരെ, നമ്മളിതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മളെ കുട്ടി എത്രാം ക്ലാസ്സിലാണ്? എൻ്റെ കുട്ടി 6ാം ക്ലാസ്സിൽ. എവിടെ? മദ്രസയിൽ അവിടെ പോണില്ല, സ്കൂളിലാണ് പോണത്. പിന്നെ മദ്രസ അങ്ങനെ ഇങ്ങനെ കണ്ട് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനിലാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പീരീഡ്, ഒരു അര പീരീഡ് ഉണ്ട് സ്കൂളിൽ. അര പീരീഡ്, 7 പീരീഡിൻ്റെ ഇടയിൽ അര പീരീഡ്, 1 പീരീഡ് മദ്രസയാണ്. അതിനെ ശരിക്കും നടക്കണമായിരിക്കും. ഞാനൊരു അധ്യാപനമായതുകൊണ്ടാണ് പറയുന്നത്, അതിന് ശരിക്കും നടക്കണമുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബോധ്യപ്പെടും. മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംസ്കാരമാണ്. രാവിലെ നമ്മളെ കുട്ടി എണീറ്റ് കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് അള്ളാഹിനെ കുറിച്ച് കേട്ട്, കുറച്ച് ഒരു ദുആ പഠിച്ച്, ദിക്ർ പഠിച്ച് സ്കൂൾക്ക് പോട്ടെ. അത് സ്കൂളിൽ നിന്ന് കിട്ടൂല, ആ സംസ്കാരവും കിട്ടൂല. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഒരു ചിറകുകൊണ്ട് പാറിയ പക്ഷിയെ പോലെയാവും, എവിടെയോ തകർന്നടിയും. അതാണ് ഇന്നലെ നമ്മൾ പിന്നെ ഈദിൻ്റെ ഖുതുബയിലൊക്കെ നമ്മൾ കേട്ടത്. വിദ്യാർത്ഥിനി പ്രസവിച്ചു, അതേപോലെ തന്നെ ജീവനൊടുക്കി. മാതാപിതാക്കൾക്ക്, പിന്നെ തറവാടിനും മാതാപിതാക്കൾക്കും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ആര് കൂടെ പോയി. എങ്ങനെയാകുന്നു ഇതൊക്കെ? എന്തുകൊണ്ടൊക്കെ മതം ഇങ്ങോട്ട് പഠിക്കാത്തുണ്ട്. മതം നന്നായി കൊടുത്ത് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കൺകുളിർമയേകുന്ന മക്കൾ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. 2 ലോകത്തും വിജയിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ മക്കൾക്കുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.